കോഴിക്കോട് ലഹരി കൈമാറ്റത്തിന് പുതിയ രീതി. അടച്ചിട്ട വീടിന് മുന്നിൽ ഡ്രോപ്പിംഗ് നടത്തിയ നിലയിൽ 650 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയുടെ വീടിന് മുന്നിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. നേരിട്ട് കൈമാറുന്നത് സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് പുതിയ രീതിയെന്ന് ഫറോക്ക് ACP പറയുന്നു. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, സ്ഥലവും അടയാളവും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച ശേഷം ലഹരി കൈമാറുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഡ്രോപ്പിംഗ് നടത്തിയ നിലയിലാണ് 650 ഗ്രാം കഞ്ചാവ് കോഴിക്കോട് നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയുടെ അടച്ചിട്ട വീടിന് മുന്നിൽ നിന്നുമാണ് ഇത്തരത്തിൽ കഞ്ചാവ് കണ്ടെത്തിയത്. ഈ വീട്ടിലുള്ള ആളുകൾ കുറെ ദിവസമായി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ഇവരെത്തിയ ശേഷം പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പായ്ക്കറ്റുകളിലാക്കി 650 ഗ്രാം കഞ്ചാവോളം കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. ഫറൂഖ് ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ എത്തി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഡ്രോപ്പിംഗ് നടത്തിയതാണ് ഈ കഞ്ചാവ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്നതനുസരിച്ച് നേരിട്ട് കൈമാറ്റം ചെയ്യുന്നത് സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഡ്രോപ്പിംഗിലൂടെ കഞ്ചാവ് കൈമാറ്റം അല്ലെങ്കിൽ ലഹരി കൈമാറ്റം നടത്തുന്നതെന്നാണ് പറയുന്നത്. ഇതിന് സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം രാമനാട്ടുകരയിൽ നിന്നും 2 കിലോഗ്രാം കഞ്ചാവും കണ്ടെത്തിയിരുന്നു. എന്താണെങ്കിലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ആരാണ് ഇത്തരത്തിൽ കഞ്ചാവ് ഉപേക്ഷിച്ചത് എന്നതിലും പരിശോധന നടക്കുകയാണ്. ഉന്മേഷ്, രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.